മുടച്ചിട്ട് പറയണേ, കൊടുക്കല്ലേ. സ്റ്റാർട്ട് ക്യാമറ, സ്റ്റാർട്ട് ക്യാമറ. നമ്പർ പ്ലീസ്, 1 by 1. Take 1. Proceed. Cut. ഇത് ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജിയാ. അതായത് നമ്മളെ വലിയ കാശ് കൊടുത്ത് കൊണ്ടിരുന്ന വലിയ ക്യാമറ അല്ലേ, അതിന് വലിയ കാശാണ്. ഇതിന് അത്ര കാശില്ല, പക്ഷെ അതേ റിസൾട്ടാണ്. ഭയങ്കര ആധുനിക രീതിയിലുള്ള ക്യാമറമാൻ. ഇതല്ലേ ഇതിന്റെ മോണിറ്റർ റെക്കോർഡറോ? ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിലാണ് റെക്കോർഡാകുന്നത്. അത് ശരി. അപ്പൊ ഇതിനകത്തല്ല റെക്കോർഡാകുന്നത്. അതിന്റെ പ്രത്യേകത, അതിനകത്ത് റെക്കോർഡാകുന്നു. റോ ടെക്നോളജി പോയപ്പോ. ഓക്കെ, ഇതെന്താ അനിയന്റെ കയ്യിലൊരു സാധനം? ഇത് വട്ടക്കറ. ആഹാ, കേട്ടോ, നമ്മൾ ഇവിടെ കറക്കുമ്പോ അവിടെ കറങ്ങും. ഫോക്കസ് അല്ലേ, ഫോക്കസിങ് അല്ലേ, കണ്ടോ? സെറ്റപ്പാ പരിപാടി. കറങ്ങും, കൂടുതൽ കറങ്ങിയാലും കാശ് നമ്മൾ പിന്നെ ഇവിടെ ഇരുന്ന്, അതായത് ഈ ക്യാമറയില് ഷൂട്ട് ചെയ്യുമ്പോ ഈ രണ്ട് കുറ്റിയില്ലേ, ഇതില് കൂടി പ്രക്ഷേപണം ചെയ്യും. പ്രക്ഷേപണം ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ടിവിയിൽ കാണാം. ഇത് കേട്ടോ സാറ്, ഇതൊക്കെയാണ് ടെക്നോളജി. സാറ് ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആണല്ലേ? അല്ല, കുറച്ച് കഴിയുമ്പോ ചൂട് കൂടി വരും. സാറിന്റെ സാറേ, ഈ ചൂടൊന്ന് പരിചയപ്പെടാൻ കുറച്ച് സാറേ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രൊഡ്യൂസർ ചൂടാവുകയൊക്കെ ചെയ്യും. എന്തിനൊന്ന് മറ്റുള്ളവരെ പേടിക്കാൻ വേണ്ടിട്ടോ. സാറ് വേറെ വിചാരിക്കരുത് കേട്ടോ. തരുമോ? വില തരും. പ്രൊഡ്യൂസറാണ്, എന്നാലും ഞാൻ പ്രൊഡ്യൂസറെ പോലും പെരട്ടുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പേടി ഉണ്ടാവും. സാർ പോയി ഇരുന്നാട്ടെ, സാർ ഇരുന്നോട്ടെ. കണ്ടല്ലോ, നമ്മുടെ സംവിധായകന് ക്യാമറയെ കുറിച്ച് അത്രയും ധാരണയുള്ളൂ. നമുക്കത് പോരല്ലോ. എന്തായാലും ഒരു സിനിമാ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാന ഘടകമാണ് ക്യാമറ. ക്യാമറ ഇല്ലാതെ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാമറയെക്കുറിച്ചൊരു ബേസിക് അറിവ് ആദ്യം നമ്മളെ ഉണ്ടാക്കി വെക്കുക. ഗഹനമായിട്ടുള്ള അറിവല്ല, ഒരു ബേസിക് അറിവ് നമുക്ക് പറയാം. സിനിമ അല്ലെങ്കിൽ സെല്ലുലോയിഡ് ഫിലിമാണ് നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്യാമറയുടെ സ്ട്രക്ചർ വെച്ച് നമുക്ക് തുടങ്ങാം. ഇതാണ് ഒരു മൂവി ക്യാമറയുടെ ഘടന. ഇത് ഫിലിം ലോഡ് ചെയ്യുന്ന മാഗസിൻ. ആ മാഗസിൻ്റെ അകത്തുനിന്ന് ഫിലിം വന്ന് ബോഡിയിലൂടെ കറങ്ങി ഇപ്പുറത്തേക്ക് ചുറ്റും. ഇവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ നിന്ന് ഫിലിം ഇറങ്ങി അടുത്ത സ്ഥലത്ത് ചുറ്റും നമുക്കിവിടെ കാണാം. ക്യാമറയുടെ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിലിമിൻ്റെ മെഷർമെൻ്റ് ഉണ്ടാകും. ഇത് ഒരു വശത്തുനിന്ന് ഒരു വശത്തേക്ക് ചുറ്റുക. അപ്പോൾ ഇതിൽ 400 അടിയാണ് കൊള്ളുക. സാധാരണ ഒരു 69 ക്യാമറയാണിത്. നമുക്ക് തുറന്ന് കാണാം ഫിലിം. ഈ ഫിലിം സാധാരണ രീതിയിൽ നമുക്കിവിടെ ലോഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന്
ഇതുവഴി താഴോട്ടിടുന്നു. ഇനി നമുക്കിവിടെ ഈ വിലിൻ ഇവിടെ നിന്ന് നമുക്ക് ഇതിൽ ലോഡ് ചെയ്ത് കറങ്ങി തിരിച്ച് നമുക്ക് ഇവിടെയുള്ള സ്പൂളിലേക്ക് ലോഡാകും. സാധാരണ ഇതിലിങ്ങനെ തുറന്ന് സിനിമ ചെയ്യുന്നത് ഇരുട്ടിലാണ്. ഇത് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്ന എല്ലാം ഇരുട്ടിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. സിനിമയുടെ ഇവിടെ നമുക്ക് ലെൻസ് വരും. ലെൻസിൻ്റെ പാർട്ട് ഇതാണ് വ്യൂ ഫൈൻഡർ. നമുക്ക് നോക്കി കാണാവുന്ന വ്യൂ ഫൈൻഡർ ഇതാണ് സിനിമയുടെ സാധാരണ ഇതിൽ പഴയ സിനിമയുടെ ഒരു ക്യാമറ സ്ട്രക്ചർ. ഇതിൽ നിന്ന് വ്യത്യസ്ത ആധുനിക ക്യാമറയിൽ എന്താണ് വ്യത്യസ്തത? ഇതിപ്പോൾ നമുക്ക് പറയുന്നത് സെല്ലുലോയിഡ് ഫിലിം. അപ്പോൾ നമുക്ക് സെല്ലുലോയിഡ് ഫിലിമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ആധുനിക ഡിജിറ്റൽ ക്യാമറ? ഇത് എൻ്റെ പ്രായമുള്ള ക്യാമറ കേട്ടോ, പക്ഷെ ഇന്നും നരിയാണ്. ഇത് നമ്മുടെ പ്രായമുണ്ട് ഈ ക്യാമറയ്ക്ക്, പക്ഷെ ഇന്നും അവൻ പുലിയാണ്. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് പഴയ ജർമ്മൻ ടെക്നോളജി, ജർമ്മനിയിലുണ്ടാക്കിയ ക്യാമറയാണത്. എന്തായാലും ഈ ക്യാമറ ഞാൻ തൽക്കാലം ഇവിടെ വെക്കുകയാണ്. എന്നിട്ട് ഇത് കണ്ടാൽ നിസ്സാരനാണ്, കുഞ്ഞനാണല്ലേ. ഇതൊരു കുഞ്ഞൻ ക്യാമറ ആയിട്ട് തോന്നാം, പക്ഷെ ഇത് കുഞ്ഞൻ ക്യാമറയല്ല. ഇതിൽ ഞാൻ 3 സിനിമ ഷൂട്ട് ചെയ്ത ക്യാമറ. ഇത് പാനാസോണിക്കിൻ്റെ GH3 എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. അപ്പം നമുക്ക് ഈ ക്യാമറയിൽ പ്രധാനമായിട്ടുള്ളത് ഒരു ലെൻസ്, ബോഡി, പിന്നെ വ്യൂ ഫൈൻഡർ. അപ്പം ലെൻസ്, ബോഡി, വ്യൂ ഫൈൻഡർ. നമുക്ക് ഈ ലെൻസിലൂടെ വരുന്ന ചിത്രങ്ങളെ ഇത് ഇലക്ട്രോണിക് സിഗ്നലാക്കി മാറ്റി നമുക്ക് ഒരു വശത്ത് നമ്മുടെ വീഡിയോ മോണിറ്ററിൽ കാണിച്ചു തരും. ഒപ്പം തന്നെ ഇവിടെയുള്ള നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാർഡിൽ ഇത് റെക്കോർഡ് ചെയ്യും. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ ഈ ഫിലിമിന് പകരം, നേരത്തെ കണ്ട ക്യാമറയിലെ ഫിലിമിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ കാർഡുകളാണ്. ആ കാർഡിൽ റെക്കോർഡ് ചെയ്യും. വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിലിമിന് പകരം നമ്മൾ കാർഡ് ഉപയോഗിക്കുന്നു. ബാക്കി ലെൻസിൻ്റെ പ്രോപ്പർട്ടിയും ബോഡി ഇലക്ട്രോണിക്കലാണ്, മറ്റത് മെക്കാനിക്കലാണ്. മറ്റു വ്യത്യാസമൊന്നുമില്ല. ഇത് ഇലക്ട്രോണിക്കലാണ്, നേരത്തെ ഉണ്ടായിരുന്നത് ഫിലിമിൻ്റെ മെക്കാനിക്കലാണ്. അപ്പം അതിൽ സംഭവിക്കുന്ന വെച്ചാൽ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം, ആ 24 ഫ്രെയിമിനെ 1 by 1 ആയിട്ട് കറക്കി ഷൂട്ട് ചെയ്യണം. ഒരു സെക്കൻഡിൽ 24 ചിത്രങ്ങൾ എടുക്കുന്നു മൂവി സ്റ്റിൽ ക്യാമറ, അത് ഫിലിമിലെടുക്കുന്നു. ഇവിടെ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക്കലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇലക്ട്രോണിക്കലായിട്ട് 24 ഫ്രെയിം, ഒരു സെക്കൻഡിനെ 24 ഭാഗമായിട്ടാണ് സിനിമയെ സൃഷ്ടിക്കുന്നത്. ടി വിയിൽ നേരെ, ഇപ്പോൾ ഇന്ത്യൻ ടി വിയിലാണെങ്കിൽ ഒരു സെക്കൻഡിൽ 25 ഫ്രെയിമാണ്. അമേരിക്കയിലാണെങ്കിൽ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിമാണ്. അപ്പോൾ ഒരു സെക്കൻഡിനെ 24 അംശമാക്കിയിട്ട് 24 നിശ്ചല ചിത്രങ്ങളാണ് ക്യാമറയിൽ പതിയുന്നത്. യഥാർത്ഥത്തിൽ സിനിമ ചലിക്കുന്നില്ല. 24 നിശ്ചല ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളെ കാണിക്കുമ്പോൾ ചലിക്കുന്നതായിട്ടുള്ളൊരു പ്രതീതി നമുക്കുണ്ടാകുന്നു. ആ പ്രതീതി ഉണ്ടാകുന്നത് നമ്മുടെ, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ കണ്ണിൻ്റെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു ന്യൂനതയാണ്. കാരണം നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് ഒരു ചിത്രം പതിഞ്ഞാൽ വളരെ ചെറിയൊരു അംശം നേരം അത് അവിടെ തങ്ങി നിൽക്കും. അങ്ങനെ തങ്ങി നിൽക്കും. ആ തങ്ങി നിൽക്കുന്നത് മായുന്നതിന് മുമ്പ് അടുത്ത ചിത്രം കൊണ്ടുവച്ചാൽ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചലിക്കുന്നതായിട്ട് തോന്നുന്ന, യഥാർത്ഥത്തിൽ സിനിമ ചലിക്കുന്നില്ല. ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന
ആ ന്യൂനതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സിനിമ കാണാൻ സമ്മതിക്കുന്നത്. അതേപോലെ തന്നെ സിനിമയിൽ പ്രധാനപ്പെട്ടാണ് ശബ്ദം. പണ്ട് കാലത്ത് സിനിമയിൽ ശബ്ദം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ചാർലി ചാപ്ലിൻ്റെ ഒക്കെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കാണുമ്പോൾ നമുക്ക് അതിൽ ശബ്ദമില്ല. എന്താ ശബ്ദമില്ലാത്തത്? അന്ന് ഈ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് സിനിമയിൽ. ശബ്ദം റെക്കോർഡ് ചെയ്താലും ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അതേ ഫ്രെയിമിൽ ശബ്ദം റെക്കോർഡ് ചെയ്താൽ ഒരിക്കലും ഇത് സിങ്ക് ആവില്ല. ശബ്ദവും ചിത്രവും തമ്മിൽ സിങ്ക് ആവില്ല. ചുണ്ട് വേറെയും ശബ്ദം വേറെയും പോകും. അങ്ങനെ ഒരുപാട് പരീക്ഷണം നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഇടിയും മിന്നലും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. മിന്നൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടിയുടെ ശബ്ദം കേൾക്കുക, അല്ലേ? ഫ്ലാഷിങ് ആദ്യം നമുക്ക് വരും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ശബ്ദം കേൾക്കുക. അപ്പം ശബ്ദ തരംഗവും ഈ വെളിച്ചത്തിൻ്റെ തരംഗവും തമ്മിലുള്ള വ്യത്യാസം. വെളിച്ചം പെട്ടെന്ന് നമുക്ക് കണ്ണിലേക്ക് എത്തും, ശബ്ദം പതിയെ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ എടുക്കുന്ന ആ ഫ്രെയിമിൻ്റെ ശബ്ദം നേരത്തെ വിട്ടാലേ നമുക്ക് സിങ്ക് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എടുക്കുന്ന ശബ്ദം കുറേ കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുക. കാരണം ചിത്രം എടുത്തു കഴിഞ്ഞാൽ അല്പസമയം വേണം ശബ്ദം ക്യാമറയിലേക്ക് എത്താൻ. ഈ ന്യൂനത കണ്ടുപിടിച്ചിട്ട് പിന്നീട് ശബ്ദം ആദ്യം വിട്ടു. അതായത് ചിത്രം കാണിക്കുമ്പം നമ്മൾ കാണുന്ന ഫ്രെയിമിൻ്റെ 19.5 ഫ്രെയിം ആദ്യമേ സിനിമയിൽ ശബ്ദമുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ഒരു ഫിലിം പൊട്ടിപ്പോയാൽ അവിടുത്തെ ശബ്ദമല്ല പോവുക, അത് കഴിഞ്ഞ് 19.5 ഫ്രെയിം കഴിഞ്ഞിട്ടുള്ള ചിത്രത്തിൻ്റെ ശബ്ദമാണ് പോവുക. ഇത് പിന്നീടാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ആ മനസ്സിലാക്കിയ ശേഷമാണ് ശബ്ദം വേറെ റെക്കോർഡ് ചെയ്യുകയും അത് ആദ്യം സിനിമയിൽ, അതായത് ഈ ഫ്രെയിം വരുന്നതിൻ്റെ 19.5 ഫ്രെയിം ആദ്യമായിട്ട് ശബ്ദം ആലേഖനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശബ്ദം ആദ്യം വിട്ടു കഴിഞ്ഞാൽ ഈ ചിത്രവും ശബ്ദവും തമ്മിൽ സിങ്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇന്നുമുണ്ട്. അത് ഇലക്ട്രോണിക്കലായിട്ട് കറക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം വെളിച്ചത്തിൻ്റെ അത്രയും ഫാസ്റ്റായിട്ട് ശബ്ദം സഞ്ചരിക്കുന്നില്ല എന്നുള്ള ശാസ്ത്രം തന്നെയാണ് അതിൻ്റെ. അതുകൊണ്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ഫ്രെയിമിലാണ് ശബ്ദം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ശബ്ദം കുറച്ച് മുന്നേ പുറപ്പെടുന്നുണ്ട്. ആ പുറപ്പെടുന്ന ശബ്ദം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഷാർപ്പ് ചെയ്ത് മുറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് നമ്മൾ മുറിക്കുന്ന ഭാഗം പിന്നിലോട്ട് മാറിയിട്ടാണ് റൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ശബ്ദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഫിലിമിന് പകരം നമ്മൾ ഇലക്ട്രോണിക് ആണ്. ഈ ഫിലിം എന്താണ്? ഈ ഇലക്ട്രോണിക് ക്യാമറയിലെ ഫിലിം എന്താണ് അത് നോക്കണം. ഇതിനകത്ത് നമുക്ക് ഒരു ചിപ്പ് കാണാം. ഈ ചിപ്പാണ് ഫിലിമിന് പകരം ഉപയോഗിക്കുന്നത്. ഈ ചിപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ക്യാമറയുടെ പ്രത്യേകതയുണ്ട്. ഇപ്പം ഇതൊരു 3x4 എന്ന് പറയും. 3x4 ഇഞ്ച് സൈസ് ചിപ്പാണ് ഇതിനകത്തുള്ളത്. എന്നാൽ ക്യാനണിൽ ഉപയോഗിക്കുന്നത് APS-C എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ഫുൾ ഫ്രെയിം എന്ന് പറയും. 35mm സൈസിലാണ് അത് കാണുന്നത്. അതിൻ്റെ ചാർട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ചിപ്പിൻ്റെയും വലുപ്പത്തിൻ്റെ ചാർട്ട് ഞാൻ ഇതിനകത്ത് ഇടുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റും. 35mm എത്രയാണ്, APS-C എത്രയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിലിമിന് പകരം ഉപയോഗിക്കുന്ന ചിപ്പ്, ആ ചിപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ക്വാളിറ്റി കൂടുക. വലിയ ചിപ്പ് ക്വാളിറ്റി കൂടും. ചിപ്പിലാണ് നമ്മൾ ക്വാളിറ്റിക്കാണ് നമ്മൾ ഈ 720p, 2K, 4K, 8K എന്നൊക്കെ പറയുന്നത്. ചിപ്പിൻ്റെ ഡോട്ട് പെർ ഇഞ്ച് ഈ 4Kയിൽ എത്രയുണ്ട്, 2Kയിൽ എത്രയുണ്ട്, 720 HD എത്രയുണ്ട്, 720p എത്രയുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ച് ക്യാമറ വലിയ ഫുൾ സൈസ് ക്യാമറ കുറച്ച് വലുതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം മാറി മറിയുകയാണ്. കാരണം ക്യാമറയുടെ ബോഡി എന്ന് പറയുന്നത് വെറും 2x2 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറിയൊരു സോപ്പ് പെട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ക്യാമറ. ബാക്കിയെല്ലാം അഡീഷൻസാണ്. ഇപ്പം ഇതിൽ വ്യൂ ഫൈൻഡർ ഉണ്ട്. എന്നാൽ പുതിയ സിസ്റ്റത്തിൽ വരുന്നത് വ്യൂ ഫൈൻഡർ വേറെയാണ്. വ്യൂ ഫൈൻഡർ നമുക്ക് 7 ഇഞ്ച് വയ്ക്കാം, 8 ഇഞ്ച് വയ്ക്കാം, എത്ര വലിയ വ്യൂ ഫൈൻഡർ വേണമെങ്കിലും വയ്ക്കാം.
അതല്ല ഇനി മറ്റേ നമുക്ക് IPS വെച്ചുള്ള വ്യൂ ഫൈൻഡർ ഉണ്ട്, അത് വെക്കാം. ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ലെൻസ് വേറെ, വ്യൂ ഫൈൻഡർ വേറെ, ആഡിയോ മൈക്ക് വേറെ, ഇങ്ങനെ മാറി മാറി വരിക ആധുനിക ക്യാമറകൾ. വെറും ഒരു ചിപ്പും അത് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അത് മാത്രമായിട്ട് ക്യാമറ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ക്യാമറയുടെ വലിപ്പം കുറഞ്ഞു വരും. അപ്പോൾ ഇതിന് നമ്മൾ ഈ ചിപ്പ്, ലെൻസ്, റെക്കോർഡ് ചെയ്യുന്ന കാർഡ്, ഇത്രയാണ് സാധാരണ ക്യാമറയിൽ. ഇനി ലെൻസൊക്കെ എന്താ, ലെൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അത് നമുക്ക് ഈ നമ്മുടെ വിദ്വാൻ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ലെൻസിൻ്റെ കാര്യം പറയും. അപ്പം നമുക്ക് ലെൻസ് പറയാം. അതെ, ക്ലാസ്സിന് വേദനിക്കൂല. ഇത് കുറച്ച് നീളത്തിലടിച്ചോ. നീളത്തിൽ അങ്ങനെയല്ല, കാണിച്ചു തരാം. ഗ്ലാസ് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വിടണം, നീളത്തിൽ വരണം ചായ. ചായ അടിച്ചു കഴിഞ്ഞ് ഗ്ലാസ്സിൽ വാങ്ങിയിട്ട് കൊണ്ട് കൊടുക്കണം. അവിടെ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് തിരിച്ചു പോകണം. വില്ലൻ അസോസിയേറ്റ് എവിടെയായിരുന്നു? അതെ, പുറത്ത് പെണ്ണുങ്ങൾക്ക് പുറത്ത് മേക്കപ്പ് ഇടായിരുന്നില്ലേ? അതെ അതെ, മേക്കപ്പ് ഈ അസോസിയേറ്റ് പണിയേക്കാൾ ഇഷ്ടം മേക്കപ്പ് പണിയാണല്ലോ അല്ലേ? അത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് മേക്കപ്പ് ഇടുന്നത്. പറഞ്ഞു കൊടുക്കലത് പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരു മിനിറ്റ്, പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിനെ കൊണ്ട് കുറ്റിയടിച്ചു കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആരാ? നിങ്ങൾ എന്തോ മനുഷ്യ, നിങ്ങൾ ഇറങ്ങിച്ചല്ലേ? പ്രൊഡ്യൂസർ അല്ലേ? പ്രൊഡ്യൂസർ ശരി, പ്രൊഡ്യൂസർ താഴ്ത്തിരിക്കണം. എന്താണ് മനുഷ്യൻ? പ്രൊഡ്യൂസർ 47 ഉറുപ്പിക മുടക്കിയിട്ട് പ്രൊഡ്യൂസറാണ്. ഒരു AC ഫ്ലോർ ആണ്. ഞാൻ ഇങ്ങനെ വേർക്കണോ? ചായക്കട AC ഫ്ലോറിൽ ഇടണം. പൈസ വേണ്ടേ? ചായ അടിച്ചു, ഗ്ലാസ് കൊണ്ട് കൊടുത്തു. ഇവിടെ ജീവിതത്തിൽ പ്രതീക്ഷ അല്ല ഇല്ലേ? ജീവിതത്തിൽ പ്രതീക്ഷ അല്ല ഇല്ലേ ഉള്ളൂ. പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചിരുന്നോ? ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ല അല്ലേ? ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ല അല്ലേ? പ്രതീക്ഷിക്കാതിരിക്കാനുള്ള രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാസോ വാസു എൻട്രി. വളരെ ശരിയാണ്. ഈ ചായക്കട വെറും ഒരു കടയല്ല, പ്രതീക്ഷയുടെ കടയാണ്. പ്രതീക്ഷയുടെ വടയാണ് കിടക്കുന്നത്. പ്രതീക്ഷയുടെ പുട്ടാണ്. ഉടയാത്ത പുട്ടും. ഉടയ്ക്കാൻ അറിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. അടിക്കാണ് മർമ്മത്ത് നോക്കി അടിക്കണം. അടിക്കാണ് മർമ്മത്ത് നോക്കി അടിക്കണം. അതിനെവിടെ മർമ്മം? മർമ്മം ഇവിടെ ഇവിടെ എവിടെ? അല്ല, നിങ്ങളെന്തിനാ കയറി പിടിച്ചേ? അല്ല, ഞാന് അവിടെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനാണ് ഡയറക്ടർ ഈ തൊപ്പിയൊക്കെ അവിടെയല്ല, ഇവിടെ ഞാൻ അടിക്കട്ടെ. മനസ്സിലായല്ലോ? സബ്ജക്ട് മനസ്സിലായല്ലോ? വാസു ചെയ്യുന്ന ഡ്യൂട്ടി മാത്രം വാസു ചെയ്യുക. കൃത്യസമയത്ത് എത്തിക്കണം. അസോസിയേറ്റ്, ഇനിയെങ്കിലും ഒന്ന് മര്യാദക്ക് പ്രൊമോട്ട് ചെയ്യണം. ദൈവത്തെ വിചാരിച്ച് എനിക്ക് ഒരു ഓസ്കാർ മേടിക്കാനുള്ളതാണ്. ഉറപ്പായിട്ടും. ശരി വാസുട്ടാ. ആർട്ടിന്റെ അസിസ്റ്റൻസ് എവിടെ പോയി കിടക്കുകയാണോ? ഇതെടുക്കാൻ ഞാൻ തന്നെ വേണം, ഡയറക്ടർ തന്നെ വേണം. ആക്ഷൻ. ചായ കൊടുക്കൂ. വില്ലം വരൂ. പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു. ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ല അല്ലേ? ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ല
അല്ലേ? പ്രതീക്ഷിക്കാതിരിക്കാനുമുള്ള രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. അല്ല വാസു, അതെ അതെ, അതെ 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 ഈ ചായക്കട വെറും ഈ ചായക്കട വെറും ഒരു ചായക്കട പ്രതീക്ഷയുടെ കടയാണ്. പ്രതീക്ഷയുടെ കടയാണ് പ്രതീക്ഷയുടെ വചകളാണ് കിടക്കുന്ന ഒരിക്കൽ കുട്ടയാത്ത കുട്ടും അത് വെറും തെറ്റിദ്ധാരണയാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഉടയ്ക്കാനാണ് വന്നെങ്കിൽ ഉടച്ചേ പോകും. ഉടയ്ക്കാനാണ് വന്നതെങ്കിൽ ഉടച്ചേ പോകൂ. എങ്കിൽ ഞാനും തയ്യാർ. എങ്കിൽ ഞാനും തയ്യാർ അടിക്കാണെങ്കിൽ അടിക്കാണ് മർമ്മം നോക്കിയാൽ ധൈര്യം ഉണ്ടെങ്കിൽ മർമ്മം കാണിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ മർമ്മം കാണിക്കുക. ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അരുത് കാട്ടാളന്മാരെ അരുത് മാനിഷാണ്. ഒരു വെടിനിർത്തൽ കലോത്സവം. വെടിനിർത്തൽ കരാർ ഒപ്പിടുന്ന സമയമായി. അങ്ങനെ ആ ടോട്ടലി ബോറായിരുന്നു. എന്ത് ലാഗാണത്? കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പറയണ്ടേ? ഈ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. അല്ല അവിടുന്ന് കിട്ടി ഇവിടെ കിട്ടിയിട്ട് അവിടെ പറയുന്നതല്ല. ഓക്കെ, തൽക്കാലം ഇത് ക്യാമറമാൻ തൽക്കാലം ഇത് വെക്കും. ആ ഇതെടുത്തോട്ട് വരൂ. വടീന്റെ മുകളിലുള്ള ക്യാമറ. എന്താണ് അതിന്റെ പേര്? ജിമ്പൽ എടുത്തിട്ട് വരും. ഇപ്പൊ ചെയ്തതല്ലേ? ആ ചെയ്തത് ഇങ്ങനെ ക്യാമറമാൻ മനസ്സിലായില്ലോ? ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞോ? ഇത് ഇങ്ങനെ പിടിക്കണം. അയ്യോ, ഇതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് ഒന്ന് പറയൂ. ഇതാണ് ഓൺ ചെയ്യില്ലേ? ഇതാണ് ജിമ്പൽ. ഇത് വെച്ചിട്ട് മനസ്സിലുണ്ടോ? ഇവിടുത്തെ ഡയലോഗ്, പിന്നെ ഇവിടുത്തെ ഡയലോഗ്. കുറച്ച് ദൈവമേ ഭ്രാന്ത് പിടിച്ചോ. കുരങ്ങ് തന്നെയാണ് തോന്നി വലിയ കുഴപ്പമുണ്ട്. അറിയോ? ഭ്രാന്തായെന്ന് പറഞ്ഞു. ക്യാമറയ്ക്ക് ഭ്രാന്തായോ? അയ്യോ ഇപ്പൊ അല്ലാത്ത പുലിമാൾ തന്നെയാണല്ലോ ഇത്. ഇത്രയേ ഉള്ളൂ. നമ്പർ 2. ഓക്കെ സാർ. വില്ലൻ വരുമ്പോ വില്ലിന്റെ കൂടെ വരണം. വില്ലിന്റെ അടുത്തേക്ക് പുറത്തേക്ക് ഞാൻ അവിടെയല്ലേ സാറേ? അവിടുത്തെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ചായ കൊടുക്കൂ, വേഗം ചായ കൊടുക്കൂ, പോകൂ. പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു. ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ല അല്ലേ? ജീവിതത്തിൽ പ്രതീക്ഷയില്ല അല്ലേ? പ്രതീക്ഷിക്കാനും പ്രതീക്ഷിക്കാനും രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. അല്ല വാസു, അതെ 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 വളരെ ശരിയാ. ചായക്കടയല്ല, ഇത് വെറും ഒരു ചായക്കട. പ്രതീക്ഷയുടെ കടയാണ്. പ്രതീക്ഷയുടെ പടയാണ്. പ്രതീക്ഷയുടെ പടയാണ്. ഒരിക്കലും ഉടയാത്ത ഒരിക്കലും ഉടയാത്ത. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഉടയ്ക്കാനാണ് വന്നതെങ്കിൽ ഉടച്ചേ പോകും. എങ്കിൽ ഞാനും തയ്യാർ. അഭിനയിക്കാനാണെങ്കിൽ മർമ്മം നോക്കി അടിക്കണം. അടിക്കാണ് മർമ്മം നോക്കി. അതിനുകൊണ്ട് മർമ്മം കാണിക്ക്. അതിനോട് മർമ്മം കാണിക്ക്. ഇവിടെ ഉണ്ട്. ഒരു വെടിനിർത്തൽ കരാർ ഒരു വെടിനിർത്തൽ കരാർ തീരുമാനമായി. ഇതാണ്.